കണക്കുകൂട്ടലനുസരിച്ച് ജ്യോതി ഇന്നലെ രാത്രി തന്നെ പോയി കാണോ, അതോ ഇന്ന് രാവിലെയോ? അങ്ങനെ കണക്കൂട്ടാൻ കഴിയായിരുന്നെങ്കിൽ അവളെ പോകാതെ ഞാൻ തടഞ്ഞു നിർത്തിയേനെ. ഓ, അല്ല, ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും റിലേഷനോ എന്തെങ്കിലും അഫെയറോ അങ്ങനെ എന്തെങ്കിലും? ഈ ആശ്രമത്തിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? ആ, കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. അതോ ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് വേഗം വിടുന്നുണ്ടോ? ഓ, എന്തൊക്കെ സംഭവിച്ചാലും ഇവക്ക് യാതൊരു കുറവുമില്ല. ഇവളെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ട് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഇവളെ പറഞ്ഞിട്ട് എന്തിനാ? ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന എന്നെ വേണം പറയാൻ. പിന്നെ ഈ വസ്ത്രം ഇപ്പൊ തന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിയാ. പിന്നെ ജ്യോതി പറഞ്ഞ സന്യാസം അതൊരു നിമിഷം കൊണ്ട് തീരുമാനിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമല്ല. കടന്നുപോകാൻ ഒരുപാട് വഴികളുണ്ട്. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ജയിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാ അമ്മയുടെ മുന്നിലേക്ക് വന്നത്. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. പക്ഷേ ആചാരപ്രകാരം കടന്നു പോകേണ്ട എല്ലാ വഴികളും കടന്നേ പറ്റൂ. പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുഃഖത്തിന്റെ പേരിൽ എടുക്കാവുന്ന ഒരു തീരുമാനമല്ല സന്യാസം. നാം തീരുമാനിക്കുന്നത് മറ്റൊരു പുതിയ ജന്മമാണ്. ജ്യോതി, എന്താ നീ കാണിച്ചത്? എന്ത് ഭ്രാന്തൊക്കെ കാണിക്കുന്ന? ഇത് ഭ്രാന്തൊന്നും അല്ല ചേച്ചി. പെട്ടെന്ന് ആലോചിച്ചെടുത്ത തീരുമാനമല്ല. കുറെ നാളായിട്ട് ഞാനിതിന് ശ്രമിക്കുന്നു. പറഞ്ഞാ നിങ്ങളെ സമ്മതിക്കില്ലെന്നറിയാം. അമ്മ നിന്നെ കാത്തിരിക്കാം. വാ, നമുക്ക് പോവാം. ഞാനില്ല. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. ഞാൻ ഇവിടെ തന്നെയായിരിക്കും. ഈ വേഷത്തിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചേച്ചി അമ്മയോട് പോയി പറയണം ഞാനിവിടെ സന്തോഷത്തോടെ നിൽക്കുന്നേന്ന്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ ജീവിതം ഇങ്ങനെയല്ല ആവേണ്ടത്. നിന്നെ കുറിച്ച് എന്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ ഇതൊന്നും അല്ല. നിത്യേച്ചി ഒന്നും പറയണ്ട. എന്റെ തീരുമാനത്തിൽ നിന്നും എന്നെ മാറ്റാനും ശ്രമിക്കണ്ട. ജ്യോതി, ടീച്ചർക്ക് പറയാനുള്ളത് എന്താണെന്ന് ജ്യോതി ആദ്യം ഒന്ന് കേൾക്ക്. എന്നിട്ട് മതി ഒരു തീരുമാനം. ടീച്ചർ ഒന്ന് സംസാരിക്കുക. മോളെ, നിന്നെ വിവാഹം കഴിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാ അമ്മ ഈ സങ്കടങ്ങളൊക്കെ മറച്ചു വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്.
അത് തിരിച്ചറിയാതെ പോയല്ലോ നീ. തിരിച്ചറിഞ്ഞില്ലെന്ന് ആരു പറഞ്ഞു? ഞാനതിന് തയ്യാറായത് ചേച്ചി കണ്ടതല്ലേ. എന്റെ വിവാഹം നടക്കാത്തോണ്ട് നിന്റെ വിവാഹം നടക്കില്ലെന്നങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലേ? ഞാനൊരു വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും ചേച്ചി അനുഭവിച്ച എല്ലാ ദുരന്തങ്ങളും നേരിട്ട് കണ്ടു നിന്നവളാ ഞാൻ. എന്തിനാ അങ്ങനെ ഒരു ജീവിതം? ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്കും വേണ്ട. മോളെ, നിന്നെ തിരിച്ചു കൊണ്ടു ചെല്ലാന്ന് ഞാൻ അമ്മയോട് വാക്ക് പറഞ്ഞതാ. നീ ഇല്ലാതെ തിരിച്ചു ചെല്ലണമെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താവെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ നിത്യേച്ചി? ഇവിടെ ആശ്രമത്തിലുള്ള ആളുകളൊക്കെ ബന്ധുക്കളുള്ളവരാ, ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരാ. അമ്മയ്ക്ക് ഇവിടെ വന്ന് എന്നെ കാണുന്നതിന് ഒരു തടസ്സവും ഇല്ലല്ലോ. പിന്നെ ഇതൊരു മോശം കാര്യമല്ല. മോളെ, അമ്മയുടെ അവസ്ഥ നീ മനസ്സിലാക്കിയേ പറ്റൂ. അച്ഛനെന്ന് പോലും ഒളിഞ്ഞു നടക്കുന്ന ഒരു ജീവിതം, അത് നിസ്സാരാണോ? നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ എങ്ങനെയൊക്കെ ചെയ്തത്? ജ്യോതി,